വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശാലോം പ്രേക്ഷകർക്കായുള്ള ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കോട്ടയം അതിരൂപതയുടെ ആത്മീയ കേന്ദ്രമായ തുവാനിസ പ്രാർത്ഥനാലയം ഒരുക്കുന്ന ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയുള്ള വചന ശുശ്രൂഷയിൽ ഇന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും പ്രത്യേകമായി നേരുന്നു. നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. നമുക്ക് കണ്ണുകളടച്ച് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ കൂടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയുടെ സജീവ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിനും വിവേക വരത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവവചനത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് പറഞ്ഞല്ലോ, നീ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ വചനം അനുവർത്തിക്കുന്നവർ ആയിത്തീരുവൻ എന്ന്. ദൈവവചനം കേൾക്കുക മാത്രമല്ല, ദൈവമേ അത് പ്രാവർത്തികമാക്കുവാനും അതിനെ ധ്യാനിക്കുവാനുമുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോരുത്തരെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നേരിടുന്ന മക്കൾ അവയെല്ലാം ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുവാങ്ങി ദൈവ ഇഷ്ടപ്രകാരം എന്ന ബോധ്യത്തോടു കൂടി ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ശക്തി അവിടുത്തെ വചനാഗ്നിയിലൂടെ, ജീവിക്കുന്ന വചനത്തിലൂടെ ഇവർക്ക് വിളക്കും പ്രകാശവുമായി ഈ വചനത്തെ അവിടുന്ന് പങ്കുവയ്ക്കുവാൻ എളിയദാസനായി എന്നെ അവിടുന്ന് അനുവദിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാനുഗ്രഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏവരുടെയും പ്രാർത്ഥനകളാൽ നിറഞ്ഞ്
ദൈവവചനം പ്രഘോഷിച്ച് അതിൻ്റെ നന്മ ഈ സമൂഹത്തിൽ ഇടവരുവാൻ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഒരു വിശേഷ ആഴ്ചയിലാണ്. 50 നോയമ്പിൻ്റെ ആരംഭത്തിൽ ചാരം പൂശി പിന്നീട് ഓരോ ദിവസവും യേശുവിടെ കുരിശിൻ്റെ വഴികളെ പ്രത്യേകമായി ധ്യാനിച്ച് പ്രാർത്ഥന, പരിത്യാഗം, ഉപവാസം വഴിയായി നോയമ്പിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇപ്പോൾ ഇതാ വലിയ ആഴ്ച വിശുദ്ധ വാരത്തിൽ നാം എത്തി നിൽക്കുകയാണ്. ഹോളി വീക്ക് എന്നാണ് ഈ വലിയ ആഴ്ചയെ നമ്മൾ പറയുക. അതെ, ഇത് വിശുദ്ധ വാരമാണ്. പെസഹ ബുധനാഴ്ച നമ്മുടെ പാരമ്പര്യമനുസരിച്ച് നമ്മൾ ദേവാലയത്തിൽ ഒരിക്കൽ കൂടി ചെന്ന് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പെസഹ അപ്പം ഭക്ഷിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസത്തെ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് ദിവ്യകാരുണ്യം അതീവ വിശുദ്ധിയോടുകൂടി സ്വീകരിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുന്ന പുണ്യദിനത്തിലേക്കിൻ്റെ തലേ ദിവസമാണല്ലോ നാം എത്തി നിൽക്കുക. പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ. തുടർന്ന് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും സമാധാനത്തിൻ്റെയുമായ അന്തരീക്ഷങ്ങൾ വളർത്തുവാൻ നമ്മെ തന്നെ ഒരുക്കിയെടുക്കുന്ന ദിവസങ്ങളാണല്ലോ കടന്നു വരിക. ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും ധാരാളമായ കൃപയും അനുഗ്രഹവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പെസഹ വ്യാഴം എന്തെല്ലാം സ്മരണകളാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മിലേക്ക് വർഷിച്ചതിൻ്റെ ആഘോഷവും അനുസ്മരണവുമാണല്ലോ പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ ദിവസം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനവുമായി നിലകൊള്ളുകയാണ്. പെസഹ വ്യാഴത്തിന് പരമ്പരാഗതമായി നമ്മൾ ഒരുങ്ങിയിരുന്ന കാര്യം മുതിർന്നവർ അവരവരുടെ മനസ്സുകളിലേക്കൊന്ന് കൊണ്ടുവരുവാൻ ശ്രമിച്ച് അന്ന് പ്രഭാതത്തിൽ ദേവാലയത്തിലെത്തി ബലിയർപ്പിച്ച് കാലുകഴുകൽ ശുശ്രൂഷയിൽ പങ്കെടുത്തതിന് ശേഷം വീട്ടിലെത്തി വീടൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് ഏറ്റവും പുതിയ കലവും മറ്റെല്ലാ സംവിധാനങ്ങളുമാക്കിയെടുത്ത് അപ്പം ഉണ്ടാക്കുവാനും പാല് കാച്ചുവാനും അന്ന് കുടുംബനാഥൻ ഏറ്റവും സന്തോഷത്തോടു കൂടി കുടുംബത്തിലും ബന്ധുജനത്തിലുമുള്ള കുടുംബാംഗങ്ങളെല്ലാം ഒന്ന് ചേർന്ന് ഒരുമിച്ച് പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങിന് വേണ്ടി കുടുംബത്തിലുള്ള എല്ലാവരും കഠിനാധ്വാനം ചെയ്ത് ത്യാഗപൂർവം കഷ്ടപ്പെട്ട് പെസഹ അപ്പം ഉണ്ടാക്കുന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. പെസഹ അപ്പ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഉണ്ടാകാൻ പാടില്ലാത്തതും എന്നാൽ ഉണ്ടായാലോ എന്ന് ചിന്തിക്കാവുന്നതുമായ ഒരു കാര്യം നിങ്ങൾക്ക് ഒന്നാമത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ നൽകുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ എല്ലാവരും ചേർന്നിരിക്കുന്നു. പെസഹ അപ്പം കൊണ്ട് വെച്ചു, അതോടൊപ്പം പാല് കൊണ്ട് റെഡിയാക്കി വെച്ചു, പ്രാർത്ഥിക്കുവാൻ എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥന കഴിഞ്ഞു. കുടുംബത്തിലെ കാരണവർ പെസഹ അപ്പം മുറിച്ച് ഓരോ മക്കൾക്കുമായി നൽകുവാൻ വേണ്ടി എടുത്തു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് നൽകുന്ന അവസരത്തിലാണ് ഒരാളുടെ പേര് വിളിക്കുന്ന സമയത്ത് ആ മകൻ അല്ലെങ്കിൽ മകൾ പറയുകയാണ്, അപ്പാ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ അപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുകയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ഒരു കുടുംബത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും ആ കുടുംബത്തിലെ ആ സാഹചര്യത്തിലെ സ്ഥിതിവിശേഷം എന്നൊന്ന് ഓർത്തു നോക്കൂ പ്രിയ മക്കളെ. ഇതാണ് പരിശുദ്ധ കുർബാനയുടെ പവിത്രതയെക്കുറിച്ചുള്ള വലിയ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാനുള്ള പ്രായോഗികമായ ഒരു ഉദാഹരണം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ ഒരു മകനോ മകളോ ഈ പെസഹ അപ്പം വാങ്ങാതിരുന്നാൽ അത് ആ കുടുംബനാഥനുണ്ടാകുന്ന ഹൃദയവേദന എത്രമാത്രമായിരിക്കും. എങ്കിൽ നമ്മൾ ഓർക്കണം, പെസഹ വ്യാഴാഴ്ച പരിശുദ്ധ കുർബാന സ്ഥാപിച്ച യേശുനാഥൻ
എല്ലാ കാലത്തുമുള്ള മനുഷ്യ മക്കളോടുകൂടി ആയിരിക്കുന്നതിന് വേണ്ടി അനുദിനം സഭയിൽ പുരോഹിതരുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നമുക്ക് വിശുദ്ധ കുർബാനയുടെ ദൈവത്തിൻ്റെ വലിയ കാരുണ്യമായ പരിശുദ്ധ കുർബാന അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും വിശുദ്ധിയോടുകൂടി അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അതുവഴിയായി ആ ദിവ്യകാരുണ്യ ചൈതന്യത്താൽ നിറഞ്ഞ് പ്രശോഭിക്കുവാനുമുള്ള വലിയ ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ഓർത്ത് നോക്കുക. എങ്കിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങൾ ഒരുപക്ഷെ ഈ വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കാതെ, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാതെ, വേണ്ട രീതിയിൽ വിശുദ്ധിയോടുകൂടി പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ, അതിലുപരിയായിട്ട് പരിശുദ്ധ കുർബാനയെ ബഹുമാനിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുമ്പോൾ നമ്മളുടെ നോയമ്പിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി അവരെ എല്ലാവരെയും അനുസ്മരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. അവരെക്കുറിച്ച് അനുസ്മരിക്കുന്നതിന് മുമ്പ് നാം നമ്മെക്കുറിച്ച് തന്നെ വിചിന്തനം ചെയ്യണ്ടേ? പരിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ എന്ത് പ്രാധാന്യമാണ് എൻ്റെ ജീവിതത്തിൽ കൊടുത്തിരിക്കുക? നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷവും സമ്മാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാൻ, അതിലേക്കുള്ള നമ്മുടെ തീഷ്ണമായ ആഗ്രഹത്തിലേക്ക് വളരുവാനുള്ള അവസരമായിട്ട് നമുക്ക് ഈ പെസഹ വേഴത്തെ കാണാം. ഇതുവരെയുള്ള പെസഹ വേഴങ്ങൾ കഴിഞ്ഞു പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്ഥായിയായ ഒരു തീരുമാനവും ജീവിത ശൈലിയിലെ വ്യത്യാസവും വരുത്തുവാൻ ഇടവരുത്തുന്ന ഒരു പെസഹ തിരുനാളായി നാളത്തെ പെസഹ തിരുനാൾ മാറുവാൻ നമുക്ക് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നമുക്ക് തീർച്ചയായും പരിശ്രമിക്കാം. അതിനായിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പെസഹ വ്യാഴം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം നമ്മൾ ദുഃഖവെള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ദുഃഖവെള്ളി? അതിനെ ദുഃഖവെള്ളി എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഗുഡ് ഫ്രൈഡേ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. നല്ല വെള്ളിയാഴ്ചയാണ്. ദൈവം മനുഷ്യന് സ്വർഗം തുറന്നു തരുന്നതിന് വേണ്ടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ആ മനുഷ്യപുത്രൻ മനുഷ്യകുലത്തിന് വേണ്ടി കുരിശിൽ മരിച്ചതിൻ്റെ സ്മരണയാണ് ദുഃഖവെള്ളി. ആ ദുഃഖവെള്ളി എന്ന് പറയുന്ന ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കുരിശിൻ്റെ വഴിയിലൂടെ പ്രത്യേകമായി യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക, നമ്മളാരും ദൈവത്തെ ഓർത്ത് കരയേണ്ട ആവശ്യമില്ല. പിന്നെയോ ജെറൂസലേം പുത്രിമാരെ, നിങ്ങളെയും നിങ്ങളുടെ സന്തതികളെയും ഓർത്ത് കരയുവിൻ എന്ന് പറഞ്ഞ ഈശോയുടെ കുരിശിൻ്റെ വഴിയിലെ യാത്രയിലെ ആ വളരെ വിഖ്യാതമായ വചനം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കരയേണ്ടത് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ കൂടെയുള്ളവരെയും ഓർത്ത് തന്നെയല്ലേ? നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമുക്കാർക്കും ഉൾക്കൊള്ളുവാനോ താങ്ങുവാനോ കഴിയാത്തവ. ഇവ നമ്മുടെ വിശ്വാസത്തെ പോലും പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ. അവിടെ പതറാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഈശോയുടെ കുരിശിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാ കാലത്തും ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മനുഷ്യൻ വേർമാറിപ്പോകുന്ന സാഹചര്യങ്ങൾ പിശാചിൻ്റെ പ്രലോഭനത്താൽ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും പ്രലോഭനങ്ങളായിട്ടും അത് ദുഷ്പ്രേരണകളായിട്ടും നമ്മുടെ ചുറ്റുപാടും എപ്പോഴും ഉയർന്നു നിൽക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അതുവഴി സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്കും വിശ്വാസി സമൂഹത്തിനും ഏറെ ഉതപ്പുകൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ പലതും സംഭവിക്കുന്ന സമൂഹത്തിലാണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുക. അവിടെ പതറാതെ ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുവാൻ കഴിയണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ മനോഹരമായ ഈശോയുടെ ശിഷ്യന്മാർ ഒരുമിച്ച് ചേർന്ന് പെസഹ അപ്പം ഭക്ഷിച്ച് മണിക്കൂറുകൾക്കകം സംഭവിച്ച ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമുക്കറിയാമല്ലോ, ഈശോയുടെ കൂടെ പെസഹ അപ്പം നേരിട്ട് അനുഭവിച്ച് ഭക്ഷിച്ച യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുകയാണ്. ഈശോയെ ഒറ്റിക്കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, തൻ്റെ ഗുരുവിൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന യൂദാസിനെയാണ് നമ്മൾ കണ്ടുമുട്ടുക. യൂദാസ് അങ്ങനെ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് യൂദാസിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയും മനസ്സിൽ വിധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈശോ പറഞ്ഞ കാര്യം ഓർക്കുക, നീ മറ്റാരെയും വിധിക്കുവാൻ പോകണ്ട, നിന്നെക്കുറിച്ചുള്ള ചിന്തയാണ് ഈ നോയിമ്പിൻ്റെ പൂർത്തീകരണത്തിന് നിനക്ക് അനിവാര്യം. നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചല്ല നമ്മൾ വേദനിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ഈശോയെ കുറ്റം വിധിക്കാതെ, ഈശോയെ ഒറ്റിക്കൊടുക്കാതെ, ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവ ഇംഗിതത്തിന് ചേർന്ന് നിൽക്കുന്ന മക്കളായി തീരുവാനുള്ള കൃപ ലഭിച്ചാൽ
ഈശോയ്ക്ക് കുരിശ് തീർക്കുന്ന മക്കളല്ലാതായി തീരുവാൻ നമുക്ക് കഴിയില്ലേ? നമ്മുടെ ജീവിതത്തിൽ അതാണ് ആവശ്യമായിരിക്കുക. നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു പ്രഭാതത്തിൽ രാവിലെ 9 മണിയോട് ചേർന്ന് വെടിയേറ്റ് മരിച്ചപ്പോൾ നമ്മൾ ഞെട്ടി. എന്നാൽ ആ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ആ ജീവൻ സംരക്ഷിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്വമുള്ള രക്ഷകനായിട്ട് നിൽക്കേണ്ടിയിരുന്ന സെക്യൂരിറ്റിക്കാരൻ, സുരക്ഷാ ഭടനാണ് എന്നറിഞ്ഞപ്പോൾ നമുക്ക് അത് താങ്ങാവുന്നതിലും മനസ്സിലാക്കാവുന്നതിലും അധികമാണ്. കാരണം അങ്ങനെ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടേ ഇല്ലായിരുന്നു അക്കാലത്ത്. ഇത് നമുക്ക് ഇതുപോലെ അനുഭവപ്പെട്ടുവെങ്കിൽ ഈശോയുടെ കൂടെ നടന്ന് ഈശോയെ അനുഭവിച്ച യൂദാസിൻ്റെ ഒറ്റിക്കൊടുക്കൽ നമുക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയൊക്കെ സംഭവിക്കാറില്ലേ? ഒരുപക്ഷെ മറ്റുള്ളവർ അറിയാതെയാകാം, അറിയാനിട വന്നിട്ടില്ലാകാം. എങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുമ്പോൾ ഞാൻ ഒറ്റിക്കൊടുക്കുകയല്ലേ ചെയ്യുക? ദൈവത്തിനും സഭയ്ക്കും വേണ്ടി പ്രവർത്തിക്കാമെന്ന് വാക്കു നൽകി പൗരോഹിത്യ ദൗത്യം ഏറ്റെടുത്ത ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ വാക്ക് പ്രാവർത്തികമാക്കുന്നതിൽ വീഴ്ച വരുമ്പോൾ ഞാൻ ദൈവത്തെയും സഭയെയും ഒറ്റിക്കൊടുക്കുകയല്ലേ? ഇതുപോലെ സമർപ്പിത ജീവിതമാകട്ടെ, സഭയിലെ ശുശ്രൂഷാ ദൗത്യങ്ങളാകട്ടെ, കുടുംബരംഗത്താകട്ടെ, വാക്കു നൽകിയിട്ടുള്ളവർ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സഭയോട് ചേർന്ന് നിന്ന് വാക്ക് നൽകിയിട്ടുള്ളവർ വാക്ക് വ്യത്യാസം വരുത്തുമ്പോൾ നമ്മൾ ദൈവ ഇംഗിതത്തിന് വിരുദ്ധമായി ഇന്നും കുരിശ് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും സഭയുടെ നാമത്തിൽ വാക്കു നൽകിയല്ലേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത്. ആ വാഗ്ദാനത്തിൽ പാലിക്കാതെ ലംഘനം വരുത്തുമ്പോൾ ഈ ഒറ്റുകൊടുക്കൽ ഇന്നും ആവർത്തിക്കുകയാണ്. നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ അവകാശമില്ല. മാതാപിതാക്കൾ മക്കളോടും മക്കൾ മാതാപിതാക്കളോടും വാക്കു നൽകിയല്ലേ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വീഴ്ചകൾ ഉണ്ടാകുന്നതിൽ നിന്ന് കരകയറുവാൻ, കുരിശുമായി ഈശോയെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതില്ലേ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളെ അതിജീവിക്കുവാൻ ഈ വലിയ ആഴ്ചയുടെ സമാപന ഘട്ടത്തിൽ നമുക്ക് പ്രത്യേകമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി സ്മരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് എത്തി നോക്കേണ്ടത് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. എങ്കിൽ ഏഷണിയുടെ ഒറ്റുകൊടുക്കലിൻ്റെ അസൂയയുടെ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴല്ലേ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സംഘടനയിൽ, നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ സമൂഹത്തിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നമ്മളായിട്ട് ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ എല്ലാവരെയും സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും വളർത്തുന്നവരാക്കി തീർക്കുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടേ. ഒരു കാര്യം കൂടി പ്രത്യേകമായി സ്മരിക്കുക, ഇത് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ്. ഇത് സഭയോട് ചേർന്ന് നിൽക്കേണ്ട കാലഘട്ടമാണ്. കുടുംബത്തോട് ചേർന്ന് നിൽക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നവയുഗ മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ഓരോരുത്തരും അവരവരുടേതായ തുരുത്തുകളിലേക്ക് പോകുന്ന പശ്ചാത്തലത്തിൽ ഒറ്റപ്പെട്ട ജീവിതങ്ങളായി എവിടെയും അലഞ്ഞു തിരിയുന്നവർ, ഒറ്റപ്പെട്ടു പോയി അവരവരുടെ ജീവിതങ്ങളെയും ആത്മാവിനെയും നഷ്ടപ്പെടുത്തുവാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനമെന്ന വചനം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കുക, നമുക്ക് നമ്മളായിരിക്കുന്ന കൂട്ടായ്മയുടെ ഭാഗമായി തീരുവാൻ കഴിയണം. സഭയിൽ നമ്മളൊരു കൂട്ടായ്മയാണ്, ഇടവകയിൽ നമ്മളൊരു കൂട്ടായ്മയാണ്, കൂടാരയോഗത്തിൽ പ്രാർത്ഥനാ സമൂഹത്തിൽ നമ്മളൊരു കൂട്ടായ്മയാണ്, നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരു കുടുംബ അന്തരീക്ഷത്തിൽ കൂട്ടായ്മയുടെ ആനന്ദം അനുഭവിക്കുകയാണ്. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെയും നമ്മൾ വലിയൊരു കൂട്ടായ്മയാണ് അനുഭവിക്കുക. ജോലി സ്ഥലത്തും പൊതുസമൂഹത്തിലും ഈ കൂട്ടായ്മ വളർത്തിയെടുക്കുവാൻ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം, ദിവ്യ കാരുണ്യത്തിൻ്റെ അനുഭവം നമ്മുടെ സഹമനുഷ്യർക്ക് പങ്കുവെക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകുകയാണ്. ഇതാണ് ശരിയായ നോയമ്പ് ആചരണത്തിൻ്റെ അർത്ഥതലങ്ങൾ നമ്മിലേക്ക് പ്രാവർത്തികമാക്കുക. മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വിലപിക്കുന്ന നമ്മൾ ഓർക്കുക, നമ്മൾ ഉത്തരവാദിത്വ സ്ഥാനങ്ങളിലിരിക്കുന്നവർ എപ്രകാരമാണ് മൂല്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഒന്ന് ഓർത്തു നോക്കുക. ഒരു പിഞ്ചു ബാലന് അനേക വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അനുഭവം, അത് അവൻ്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. അതിതാണ്, ഒരു കുടുംബത്തിലെ പിതാവ്, സർക്കാർ ഉദ്യോഗസ്ഥനായ അദ്ദേഹം തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ്
അനേക വർഷങ്ങൾക്ക് മുമ്പ് മകനെ വിളിച്ച് 500 രൂപയുടെ ഒരു ചെക്ക് അവനെ ഏൽപ്പിക്കുകയാണ്. ആ ചെക്ക് ഏൽപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ 100-ൻ്റെ 50-ൻ്റെ 20-ൻ്റെ 10-ൻ്റെ അങ്ങനെ 5-ൻ്റെ ചില്ലറ നോട്ടുകളൊക്കെ ആയിട്ട് വാങ്ങണം. ഒരു 100 ആണെങ്കിൽ പിന്നെ അങ്ങനെ എല്ലാ പല വക ചില്ലറകളായിട്ട് വേണം നീ 500 രൂപ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് ഒരു സഹകരണ ബാങ്കിലൊക്കെ എന്തൊരു ക്യൂ ആണ്. അനേകം സമയം ക്യൂ നിന്നതിന് ശേഷം ഇവൻ ക്യാഷ്യറിൻ്റെ അടുത്ത് ചെന്നു. എന്തോ ആലോചിച്ച് ഈ പയ്യൻ സ്കൂളിൽ പഠിക്കുന്ന പയ്യനല്ലേ, അവന് ചെക്ക് കൈമാറി. ഉടൻ തന്നെ 100-ൻ്റെ 5 നോട്ടുകൾ പുതിയ നോട്ടുകളെടുത്ത് ഈ പയ്യൻ്റെ കയ്യിലോട്ട് കാഷ്യർ നൽകി. ഇവൻ എണ്ണി നോക്കി കഴിഞ്ഞപ്പോൾ 500 ഉണ്ട്. അപ്പോഴാണ് അവൻ ഓർത്തത്, അയ്യോ ചില്ലറ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് 100-ൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് 100-ൻ്റെ നോട്ട് നിക്കറിൻ്റെ പോക്കറ്റിൽ ഇട്ടതിന് ശേഷം ബാക്കി 400 അവൻ തിരിച്ചു കൊടുത്തു. തിരക്കിനിടയിൽ കാഷ്യർ വീണ്ടും എണ്ണി നോക്കിയില്ല. 500 ഉണ്ടെന്ന് കരുതി അത് പെട്ടിയിലേക്ക് ഇടുകയും വീണ്ടും 500-ന് ചില്ലറ കൊടുക്കുകയും ചെയ്തു. ഇവൻ പൈസ കിട്ടിയപ്പോൾ എണ്ണി നോക്കി, 500 വീണ്ടും കിട്ടിയിരിക്കുന്നു. അവന് വിശ്വസിക്കാൻ പറ്റിയില്ല. വീണ്ടും എണ്ണി അതീവ സന്തോഷത്തോടെ അവൻ ഓടി വീട്ടിലെത്തി അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷമുണ്ട്, 100 രൂപ ബാങ്കിൽ നിന്ന് അധികമായി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പിക്നിക്കിന് വിടാനായിട്ട് ചോദിച്ചപ്പോൾ വീട്ടിൽ പൈസ ഇല്ലെന്നും പറഞ്ഞ് എന്നെ വിടുന്നില്ലല്ലോ, ഈ 100 രൂപ എനിക്ക് തരണം, ഞാൻ അങ്ങനെ പിക്നിക്കിന് ഒന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അത് അപ്പച്ചൻ വരട്ടെ എന്ന് പറഞ്ഞ് ഈ അമ്മ അവനെ പിടിച്ചു നിർത്തി. അതിനുശേഷം വൈകുന്നേരമായപ്പോൾ വീട്ടിൽ പിതാവ് വന്ന സമയത്ത് ഈ കാര്യം ഒരു വിധത്തിൽ അന്ന് അവതരിപ്പിച്ചെടുത്തു. അപ്പോൾ ആ പിതാവ് ആ മകനോട് പറഞ്ഞു, മോനെ, നിനക്ക് അധികമായി ലഭിച്ച 100 രൂപ നീ നമ്മൾ എടുക്കുന്നത് ആ വ്യക്തിക്ക്, കാഷ്യറായി പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ നഷ്ടപ്പെടുവാൻ ഇടയാകും. അവൻ്റെ കുടുംബത്തിൽ അവന് ഒരു മാസം ലഭിക്കുന്ന 100 രൂപ വരുമാനത്തിൽ നഷ്ടം സംഭവിക്കുകയാണ്. അതുകൊണ്ട് നമുക്കത് തിരിച്ചു കൊടുക്കാം, എങ്ങനെയും ഞാൻ നിനക്ക് ടൂറിന് പോകാനുള്ള പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല, കാരണം എന്നെ അറിയുന്ന കാഷ്യറാണ്, ഞാനത് മേടിച്ചുകൊണ്ട് പോന്നു, അപ്പം ഞാൻ കള്ളത്തരം കാണിച്ചു, നമ്മൾ തിരിച്ചറിയില്ലേ എന്ന് മറു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഈ പിതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ രാവിലെ നമ്മുടെ ഇടവക പള്ളിയിൽ പോകാം, അവിടെ ചെന്ന് വികാരിയസിനെ കണ്ട് പറയാം ഈ സംഭവങ്ങളൊക്കെ, എന്നിട്ട് വികാരിയസിനെ ഏൽപ്പിക്കാം, എന്നിട്ട് വികാരിയസിനോട് പറയാം ആരുടെ കയ്യിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയാതെ ഈ കാഷ്യറിൻ്റെ അടുത്ത് ഈ 100 രൂപ ഒന്ന് എത്തിക്കണം എന്ന് പറയാം. അപ്പോൾ കാഷ്യറിന് പൈസ കിട്ടുകയും ചെയ്യും, പ്രശ്നത്തിന് പരിഹാരമാവുകയും ചെയ്യും. അന്ന് പിറ്റേ ദിവസം ഈ അപ്പനും മകനും കൂടി ഈ വികാരിയസിൻ്റെ അടുത്ത് ചെന്ന് 100 രൂപ ഏൽപ്പിക്കുകയാണ്. ഒരു പിതാവ് ഇതുപോലൊരു മാതൃക നൽകുമ്പോൾ ആ മകനിൽ ഉണ്ടാക്കുന്ന മൂല്യബോധം എന്താണ്? സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ മൂല്യബോധം ഇന്നത്തെ സമൂഹത്തിൽ നമുക്കോരോരുത്തർക്കും, ഞാൻ ഉൾപ്പെടെ എത്രമാത്രം കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? ഈ മൂല്യബോധം കൊടുക്കുന്നതിലെ പരാജയമാണ് ഇന്ന് സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങൾ എന്ന് മനസ്സിലാക്കി ഈ വലിയ ആഴ്ച, ഈ അവസാന കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയ്ക്ക് നമ്മെ തന്നെ ഒരുക്കുന്ന ഈ നിമിഷങ്ങളിൽ തീഷ്ണമായി ഈ മൂല്യബോധത്തിൽ വളരുവാൻ, ദൈവാശ്രയ ബോധത്തിൽ വളരുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഓർക്കുക, ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മളാണ് ദൈവത്തിൻ്റെ അടുത്തുനിന്ന് ഓടിക്കൊണ്ടിരിക്കുക. ദൈവം നമ്മുടെ അടുത്തോട്ട് വരുമ്പം നമ്മൾ കൂടുതൽ മാറി നിൽക്കുക. അങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് നൊയിമ്പ്, പരിത്യാഗം, ഉപവാസം, പ്രാർത്ഥന, പങ്കുവയ്ക്കൽ എന്നൊക്കെ പറയുന്നത് ഈ ഈശോയുടെ അടുത്തേക്ക്, ദൈവത്തിൻ്റെ അടുത്തേക്ക്, സഭയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമാണ്. ഈ തിരിച്ചുവരവിന് വേണ്ടി ദൈവം നമുക്ക് 2017 ഒരുക്കി തന്ന ഈ അസുലഭ അവസരം, പെസഹാവ്യാഴവും ദുഃഖവെള്ളിയും ഉയർപ്പിൻ്റെ സന്തോഷവും സമാധാനവും ആഘോഷിക്കുന്നതിനും അനുഭവിക്കുന്നതിനും നമുക്ക് കൂടുതലായി വരുന്ന മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങാം. 2016 നമ്മോടൊത്ത് പെസഹ അപ്പം ഭക്ഷിച്ച, ദുഃഖവെള്ളി ആചരണത്തിൽ പങ്കുചേർന്ന, ഈസ്റ്റർ സന്തോഷം പങ്കുവെച്ച പലർക്കും ഇന്ന് നമ്മോട് കൂടി ആയിരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ ദൈവഹിതത്തിന് വിധേയമായി സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട് കഴിഞ്ഞു. 2017 നമ്മളിൽ എത്ര പേർക്ക് ദൈവം നമ്മെ അങ്ങോട്ട് വിളിക്കുമെന്ന് നമുക്കും അറിയില്ല. നമുക്ക് ഇനി ഒരുങ്ങുവാൻ മറ്റൊരു വലിയ നോയമ്പില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനും ദൈവത്തോട് ചേർത്ത് നിൽക്കുവാനും അതുവഴി ലോകത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും വിശുദ്ധീകരണത്തിനായി നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാനുമുള്ള സുവർണ ദിവസങ്ങളായി വരും ദിവസങ്ങളായി മാറ്റണമേ എന്ന് ഞാൻ പ്രത്യേകമായി ഏവരെയും അനുസ്മരിപ്പിക്കുന്നു. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഈ പെസഹ വ്യാഴത്തിൻ്റെയും ദുഃഖവെള്ളിയുടെയും പ്രത്യേകിച്ച് ഉയർപ്പിൻ്റെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആശംസകൾ നേരുകയാണ്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അവിടുത്തെ അനന്ത കാരുണ്യത്തെ ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കട്ടെ. നിന്റെ വലിയ കാരുണ്യമാണല്ലോ ഏകപുത്രനെ ലോകത്തിലേക്ക് അയക്കുവാനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായി ഞങ്ങൾക്ക് വേണ്ടി ഏകപുത്രനെ കുരിശുമരണത്തിലൂടെ കടത്തിവിടുവാനും അവിടുന്ന് തിരുമനസ്സായത്. അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സൽഫലങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ ഒരുങ്ങുവാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രയത്നങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കുരിശിനോട് ചേർന്ന് കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്ത് ആ വലിയ കൃപ സ്വീകരിക്കുവാനായിട്ട് ദൈവമേ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ആഗ്രഹിക്കുന്ന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ രൂപതകളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളെയും അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധാത്മകൃപയാൽ ദൈവ അനുഭവം കൂടുതൽ സ്വന്തമാക്കുവാനുള്ള വരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധി അമ്മേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ